ഇന്ന് നമുക്ക് നല്ല കാണാൻ ഭംഗിയുള്ള നല്ല വലുപ്പമുള്ള ലേഡീസ് ഫിംഗർ ഇട്ടിട്ടുണ്ട് നമ്മുടെ വെണ്ടക്ക ഇതുകൊണ്ടൊന്നൊരു റെസിപ്പി ഉണ്ടാക്കാം. ഇത് അരിഭക്ഷണം കഴിക്കാത്ത കീറ്റോ ഡയറ്റുകാർക്ക് കഴിക്കാവുന്നതും വെയിറ്റ് ലോസ് ഡയറ്റിൽ ഉൾപ്പെടുത്താവുന്നതുമായ ഒരു പച്ചക്കറിയാണ്. വെണ്ടക്ക കഴിക്കുമ്പോൾ അതിൻ്റെ വഴുവഴുപ്പാണല്ലോ ചിലരുടെ പ്രശ്നം. ഇത് നമുക്ക് ഒട്ടും വഴുവഴുപ്പില്ലാതെ ഉണ്ടാക്കാം. രണ്ടറ്റവും മുറിച്ച് മാറ്റി ചെറുതാക്കി മുറിക്കുക. ഒറ്റയ്ക്ക് താമസിക്കുന്നവർക്കൊക്കെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാം. കുറച്ച് ഇൻഗ്രീഡിയൻസും മതി. കുറച്ച് കാന്താരിയോ പച്ചമുളകോ അരിയുക. ഇവിടെ കാന്താരി ഉള്ളത് കൊണ്ട് ഞാൻ അതാണ് എടുക്കുന്നത്. 2-3 വലിയ ഉള്ളി ഇതുപോലെ കൊത്തിയരിയ. രുചികരമായതിൽ കവിഞ്ഞ് ആരോഗ്യ ഗുണങ്ങൾ നിറഞ്ഞ പച്ചക്കറിയാണ് വെണ്ടയ്ക്ക. ഒരു തക്കാളി ചെറുതാക്കി കുനുകുന അരിയുക. തക്കാളി നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. വെണ്ടയ്ക്കയിൽ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട്. രക്തത്തിലെ പഞ്ചസാര നിയന്ത്രിക്കുന്നുണ്ട്. ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കാൻ സഹായിക്കുന്നത് കൊണ്ട് പ്രമേഹ രോഗികൾക്ക് ഉത്തമമാണ്. വെണ്ടയ്ക്കയിലെ ദ്രാവക ഫൈബർ കൊളസ്ട്രോൾ അളവ് കുറയ്ക്കാൻ സഹായിക്കും. ചൂടായ പാനിലേക്ക് 1-2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. 1 സ്പൂൺ കടുകിട്ട് പൊട്ടിക്കുക. കറിവേപ്പില ഇടാം. കറിവേപ്പില വീട്ടിലുണ്ടായതാണ്. കാന്താരി നമ്മുടെ വീട്ടിലുണ്ടാകുന്നതാണ്. കാന്താരി ഇട്ടു. ഇനി വലിയ ഉള്ളി ഇടാം. തക്കാളിയും ഇടാം. 2 ഉണക്കമുളക് പൊട്ടിച്ചതിട്ടു. ഉപ്പിട്ടു. ഇനി 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് വഴറ്റുക. ഒന്ന് പതുക്കെ വഴന്നാൽ മതി. ഇനി വെണ്ടയ്ക്ക ഇടാം. വെണ്ടയ്ക്ക ഇട്ടും നമ്മൾ വഴറ്റുമല്ലോ, അപ്പോൾ ഉള്ളിയും തക്കാളി ഒന്നുകൂടി വഴന്നോളൂ. ഇതിൽ വിറ്റാമിൻ സി, വിറ്റാമിൻ കെ, ഫോളേറ്റ്, പൊട്ടാസ്യം എന്നീ വിറ്റാമിനുകളും ധാതുക്കളും അടങ്ങിയിരിക്കുന്നു. ആൻറ്റി ഓക്സിഡൻറ്റുകളും അടങ്ങിയിട്ടുണ്ട്. കലോറി നല്ല കുറവാണ്. ശാരീരിക ക്ഷീണം കുറയ്ക്കാനും നല്ലതാണ്. ഇതിങ്ങനെ അടച്ചു വെക്കാതെ വേവിക്കുന്നതാണ് നല്ലത്. ഇങ്ങനെ വഴറ്റുമ്പോൾ ഇതിൽ കൊഴുപ്പുണ്ടാവില്ല. കൊഴുപ്പ് വലിഞ്ഞ് ഡ്രൈ ആയി. കുരുമുളക് പൊടി കൂടി ഇടാം. നല്ലതല്ല. ഈ മെഴുക്ക് പുരട്ടി നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഗുണം. നല്ല ആരോഗ്യ ഗുണമുണ്ട്, പോഷകവും. വെള്ളം ഒന്ന് വലിഞ്ഞ ശേഷം ഒന്ന് അടച്ചു ഇതൊന്നാവട്ടെ. നല്ല പോലെ വഴറ്റുക. വെണ്ടയ്ക്കയുടെ കൊഴുപ്പൊക്കെ ഒന്ന് പോട്ടെ. വെണ്ടയ്ക്കയിൽ ഓക്സലേറ്റ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് കിഡ്നി കല്ലുള്ളവർക്ക് അധികമായി കഴിക്കാൻ പറ്റില്ല. ഇത് വെയിറ്റ് ലോസ് ഡയറ്റിൽ ഉൾപ്പെടുത്താൻ പറ്റിയ നല്ലൊരു മെഴുക്ക് പുരട്ടിയാണ്. അങ്ങനെ നമ്മുടെ ഓക്ര ഫ്രൈ റെഡിയായി. ഇതിൽ അധികം മസാലകളൊന്നും ഇടാതെ ഉണ്ടാക്കുന്നത് കൊണ്ട് കുട്ടികൾക്കും ഇഷ്ടമാവും. നിങ്ങളും ഇതുണ്ടാക്കുകയും അഭിപ്രായം പറയുകയും ചെയ്യുക. കൂടെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.